ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ റിവ്യൂ ആണ് പറയുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ജ്യൂസ് മഗ്ഗാണ് കാണിക്കുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയത് 216 രൂപക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 4.5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പല പ്രൊഡക്റ്റുകളും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം. അപ്പോൾ വാങ്ങണം എന്നുള്ളവർക്ക് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ പല സമയത്തും പല റേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ വാങ്ങിയിട്ടുള്ളതിനേക്കാളിലൊക്കെ ചിലപ്പോൾ ഒരുപാട് റേറ്റ് കുറവിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പൈസ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു സോസ് പാനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഹാൻഡിലാണെങ്കിലും നല്ല ഉറപ്പുള്ള ഹാൻഡിലൊക്കെ ആയിട്ട് അടിപൊളി പ്രൊഡക്റ്റാണ്. കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് വന്ന സമയത്ത് കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പല പ്രൊഡക്റ്റുകളും എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞാൻ അതിൽ കുക്കിംഗ് ചാനലിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വന്ന സമയത്ത് വിചാരിച്ചത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിപ്പം കുറവായിരുന്നു. എന്നാൽ പോലും ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 262 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ പൈസക്ക് നല്ല വർത്താണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഐസ്ട്രേ ആണ്. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ പൈസയുള്ളൂ. 74 രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. 3.9 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ കാണിക്കുന്നത് ഒരു 4 ബൗളുകളാണ് കാണിക്കുന്നത്. ഫൈബർ മിക്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും ഒരുപാട് നാളായി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല 4 കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത്. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 254 രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചില സമയത്ത് റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ നല്ല ഓഫറിൽ നല്ല സെയിൽ നടക്കാറുണ്ട്. ആ സമയത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ പ്രൊഡക്റ്റുകൾ കിട്ടും കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു ചെരുപ്പാണ്. ഇൻസ്റ്റാ റീലിലൊക്കെ ഒരുപാട് നല്ല റിവ്യൂ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളൊരു ചെരുപ്പാണ്. നമുക്ക് വീട്ടിൻ്റെ അകത്തൊക്കെ ചെരുപ്പിട്ട് നടക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണോ ചോദിച്ചാൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പൊന്നുമല്ല. പിന്നെ ഞാൻ 7 ആണ് എപ്പോഴും സൈസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഒരു കട്ടിയുള്ളൊരു ടൈപ്പ് പോലത്തെ മെറ്റീരിയലായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാനിത് ഒരു സൈസ് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ സൈസ് കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മെലിഞ്ഞ ടൈപ്പ് കാലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൈസ് മതിയാവും തോന്നുന്നു. കുറച്ച് വീതിയുള്ള ടൈപ്പ് കാലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു സൈസ് കൂട്ടി എടുക്കേണ്ടി വരുന്നു തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പല കളേഴ്സിലും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും പല സെല്ലേഴ്സിൻ്റെ അടുത്തും പല റേറ്റിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഇത് ചെരുപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ ഇത് 346 രൂപക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സ്റ്റീൽ ബൗളാണ്. ഇതും ഞാൻ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലിങ്ങനെ വരയൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഇത് വെയിറ്റ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ തട്ട് അതുപോലെ താഴെ വീഴുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞെളുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് കുറവാണ്. പക്ഷെ കാണാൻ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാവൊക്കെ അരച്ച് വെക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാലഡ് മിക്സിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബൗൾ തന്നെയാണ്. 3.9 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 209 രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അത് തീരെ കനമില്ല എന്നുള്ളത് മാത്രം തന്നെയാണ്. കാണാനൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി കാണിക്കുന്നത് റെയിൻബോ സ്പൂൺസാണ്.
4 ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന നേരത്തെ തിരഞ്ഞു നോക്കുമ്പോൾ ഒരെണ്ണം കിട്ടിയില്ല, അതുകൊണ്ടാണ് 3 കാണിച്ചിട്ടുള്ളത്. ഇത് 4 കിട്ടുക. നല്ല ക്യൂട്ടായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള സ്പൂണുകളാണ് കേട്ടോ. പലരുടെയും വീഡിയോയിൽ കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. അടിപൊളിയാണ്. 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 112 രൂപക്കാണ് കേട്ടോ എനിക്കത് കിട്ടിയിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ വാങ്ങേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് സ്പൂണുകൾ തന്നെയാണ്. ഗോൾഡൻ സ്പൂണാണ്. 6 ഉണ്ടാവും. അപ്പോൾ ഇതിൽ 4 ഞാൻ കാണിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. കുറച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളറ് പോകും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ, ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ ഓക്കെയാണ്. ഡെയിലി യൂസസിന് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കളറ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും ഏകദേശം 1 വർഷത്തോളമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ചെറുതങ്ങനെയൊക്കെ കളറ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. 3.9 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 112 രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 112 രൂപക്ക് വർത്ത് തന്നെയാണ് കേട്ടോ പ്രൊഡക്റ്റ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ചപ്പാത്തിയൊക്കെ പരത്താൻ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോളറാണ്. നല്ല പ്രൊഡക്റ്റാണ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഞാൻ പത്തിരി ഒന്നും പരത്തി നോക്കിയിട്ടില്ല കേട്ടോ. ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 159 രൂപക്കാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള 3 ഉണ്ടായിരുന്നേ. റെഡും പച്ചയും ഒരു മഞ്ഞ കളറിലും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റോറേജ് ബാസ്ക്കറ്റായിട്ടും സ്ട്രെയിനറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ്. കാണാൻ നല്ല കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് വലുപ്പമൊന്നുമില്ല. ഞാൻ ഈ കൈ വെച്ച് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര വലുപ്പമുള്ളൂ എന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. വലിപ്പം അത്രയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും കാണാൻ അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല 3 കളേഴ്സിലുമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 170 കിട്ടിയിട്ടുണ്ടായിരുന്നത്. 170 രൂപക്ക് എന്തുകൊണ്ടും നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ക്യൂട്ടാണ്. അടുത്തത് കാണിക്കുന്നത് ഒരു കിഡിലം പ്രൊഡക്റ്റാണ്. ഗ്ലാസ് ജാർ കണ്ടെയ്നർ വിത്ത് സിലിക്കോൺ എയർ ടൈറ്റ് ലിഡും കൂടാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒട്ടും തന്നെ ഡാമേജ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരുപാട് വലുപ്പമുള്ള പ്രൊഡക്റ്റ് അല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. കാണാൻ ഭയങ്കര രസമായിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടെയാണ് കേട്ടോ. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 276 രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 276 രൂപക്ക് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. താല്പര്യമുള്ളവർ എന്തായാലും മിസ്സാക്കാതെ വാങ്ങിക്കോട്ടോ. ഇനി കാണിക്കുന്നത് സിലിക്കോണിൻ്റെ സ്പാച്ചിലകളാണ്. 2 കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് കളറൊക്കെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. വീഡിയോസ് കാണുന്നവർക്കറിയാം, വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റ്. അടിപൊളി പ്രൊഡക്റ്റാണ്. താല്പര്യമുള്ളവർ മേടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ മേടിച്ചോളൂ കേട്ടോ. 4.4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 141 രൂപക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 141 രൂപക്കൊക്കെ എന്തുകൊണ്ട് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ഇത്. അതുകൊണ്ടാണ് അത് വെർത്താന്ന് പറഞ്ഞത് കേട്ടോ. ഇനി കാണിക്കുന്നത് ബേക്കിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷേക്കറാണ്. ഒരു മഗ് ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ബേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കില്ലേ, അതിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കാൻ ഉണ്ടാവും. പിടുത്തത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് പിടിച്ചിങ്ങനെ നീക്കുമ്പോൾ ഇതിങ്ങനെ ഉൾവശത്ത് ഇങ്ങനെ തിരിയും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതിൻ്റെ ഹോളുണ്ടല്ലോ, അതിൻ്റെ അടിയിലുള്ള ഹോള് അത് ചെറിയ ഹോളുകളായിട്ടല്ല വന്നിട്ടുള്ളത്, കുറച്ച് വലിപ്പത്തിലുള്ള ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ചെറിയ ഹോളുള്ളതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടെങ്കിൽ അത് ഹോളിൽ കൂടെ താഴത്തേക്ക് തന്നെ വീഴും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പോരായ്മ എനിക്ക് തോന്നി. പക്ഷേ കാണാൻ അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 215 രൂപക്കാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഇനി കാണിക്കുന്നതും ഒരു കിഡിലൻ പ്രൊഡക്റ്റാണ്. ഒരു ഗ്ലാസ് ബൗളാണ്. നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനായിട്ടാണെങ്കിലും പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബൗളാണ്. നല്ല അത്യാവശ്യം നല്ല കനമുണ്ട്, വെയിറ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്തൊരു വലുപ്പമുണ്ട് കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങ് നല്ലോണം വലുപ്പമുണ്ട് എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് 4.3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 348 രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പൈസക്ക് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ ഒന്ന് നോക്കി നോക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.